ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. KC എബ്രഹാം അങ്ങളുടെ മെമ്മോറിയൽ സർവീസിലേക്ക് പിന്നെ ക്ഷണിച്ച പ്രിയ നെടുമ്പശ്ശേരി സഭയിലെ ദൈവദാസനോടും അതുപോലെ അങ്ങളുടെ മോൻ ബിനു അങ്കിളിനോടുള്ള സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കുകയാണ്. KC അങ്കിളിനെ ആദ്യമായിട്ട് പരിചയപ്പെടുവാനായിട്ട് പേഴ്സണലി കഴിഞ്ഞത് 2022-ലാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് KC എബ്രഹാം അങ്കിളുടെ പേര് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അത് റിയാദ് അസംബ്ലിയുടെ ത്രൂവിലാണ് അത് അറിയുവാനായിട്ട് ഇടയായിത്തത്. പക്ഷെ ഇത് ആരാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം 3 മാസം കൂടുമ്പോൾ റിയാദ് അസംബ്ലിയിൽ നിന്നൊരു ഗിഫ്റ്റ് അങ്കിള് അയച്ചു തരുന്ന ഒരു പതിവുണ്ടായിരുന്നു, സഭയുടെ ഗിഫ്റ്റ്. അന്ന് ഇത് ആരാന്ന് എനിക്ക് തികച്ചും അറിയത്തില്ലായിരുന്നു. പക്ഷെ 2022-ലാണ് ആദ്യമായിട്ട് ഇതാരാന്ന് മനസ്സിലായത്. അങ്കിള് ഞങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അങ്കിളായിരുന്നു. അങ്കിളെ പേഴ്സണലായിട്ട് 2022 കാണുവാനും അങ്കിളിന്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. നെടുമ്പശ്ശേരി സഭയുടെ ബന്ധത്തിൽ കൂടുതലായിട്ട് പ്രിയ ജെയിംസ് ബ്രദറിലൂടെ അങ്കിളുടെ കാര്യങ്ങൾ അറിയുവാനും കർത്താവ് ഞങ്ങളെ ഇടയാക്കി. എനിക്ക് ഏറ്റവും എൻകറേജ്മെന്റ് നൽകിയൊരു കാര്യം, അങ്ങളുടെ ബലഹീന അവസ്ഥയിൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ സിൽച്ചറിൽ ഞങ്ങൾ കർത്താവിനെ വേല ചെയ്യുന്ന സ്ഥലത്ത് 3ാമതൊരു കുടിവരവ് തുടങ്ങിയ ആ ദിവസത്തിൽ ഞങ്ങളെ സുവിശേഷ വിരോധികൾ വന്ന് ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ആ സന്ദേശം അറിഞ്ഞ ആ ദിവസങ്ങളിൽ തന്നെ അങ്കിള് ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിക്കുകയും ഞങ്ങളെ എൻകറേജ്മെന്റ് ചെയ്യുകയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്കിളിന്റെ ശാരീരികമായ ബലഹീനത അറിഞ്ഞ ആ ദിവസങ്ങളിലെല്ലാം അങ്കിളെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും ഇടയായി തീർന്നു. നെടുമ്പശ്ശേരി സഭയ്ക്ക് അങ്കിളൊരു വലിയ അനുഗ്രഹമായിരുന്നു. പലപ്പോഴും ജെയിംസ് ബ്രദറിലൂടെ നെടുമ്പശ്ശേരി സഭയിൽ താൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചും അങ്കിളുടെ കൺസേണെ കുറിച്ചൊക്കെ അറിയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആന്റിയെ ഓർക്കുന്നു. ദൈവം വേണ്ടുന്ന ആശ്വാസവും അനുഗ്രഹവും നൽകട്ടെ. ബിനു ബ്രദറിന്റെ കുടുംബത്തെ ഓർക്കുന്നു. ദൈവം അവർക്കും ആവശ്യമാകുന്ന കൃപകൾ നൽകട്ടെ. സുവിശേഷന്മാരെയും സുവിശേഷ വേലയും സ്നേഹിക്കുന്ന അങ്കിളിന്റെ ആ ഒരു ലെഗസി തുടർന്നും കുടുംബാംഗങ്ങൾക്ക് ദൈവം ധാരാളമായിട്ട് നൽകട്ടെ. ആ പാതയിൽ തന്നെ സഞ്ചരിക്കുവാൻ ദൈവം അവരെയും ഇടയാക്കട്ടെ. ഈ ഒരു അവസരം തന്ന കുടുംബത്തോടും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.